ഹായ് നമസ്കാരം, ഞാൻ അനീഷ്. നമ്മൾ ഡേ 7 ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓട്ടോ കഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത്. കൂടാണ്ട് നമ്മളെന്തൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മൈക്കിൻ്റെ പ്രശ്നം, നമ്മൾ പറയുന്ന സംസാരം നമുക്ക് കേൾക്കാനൊരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, മൈക്ക് പുതിയതായിട്ടൊരെണ്ണം വാങ്ങിച്ചു. നമ്മളത് അൺബോക്സിങ് ചെയ്തിരുന്നു. പ്രത്യേകമായിട്ട് ചാക്കോയ്ക്കും അതുപോലെ നിറയിട്ടുള്ള സുഹൃത്ത് മിഥുനും കൃത്യമായ നന്ദി എൻ്റെ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫിംഗർ പുഷപ്പുകളാണ്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മാർഷൽ ആർട്സ് വിദഗ്ധർ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. 5 വിരൽ പുഷപ്പുകളും 4 വിരൽ പുഷപ്പുകളും 3 വിരലും 2 വിരലും 1 വിരലും ഉപയോഗിച്ച് പുഷപ്പുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത്ര പ്രഗത്ഭനായിട്ടുള്ള ആളല്ല എങ്കിൽ പോലും ഞാനത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം 5 വിരലിൽ തുടങ്ങുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 5 വിരൽ ഞാൻ ചെയ്യുന്നതനുസരിച്ച് തന്നെ എൻ്റെ ഒരു വിരൽ ഒടിയാനും അത് പ്ലാസ്റ്റർ ഇടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ 5 വിരൽ എന്തായിട്ട് മാറും, 4 വിരലിലേക്ക് മാറും. 5 വിരലിൽ വിരലൊടിഞ്ഞ സ്ഥിതിക്ക് 4 വിരലിൽ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായും അടുത്ത വിരൽ ഒടിയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, 4 എന്നുള്ള 3 ഫിംഗറിലേക്കാവും, 3 എന്നുള്ള 2 ഫിംഗറിലേക്കാവും. അങ്ങനെ സിംഗിൾ ഫിംഗറിലേക്ക് മാറി നമ്മൾ പുഷപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പിന്നെ നമ്മളിപ്പോൾ 5 പുഷപ്പ് വെച്ച് മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം നമ്മളിനി വരും ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യും, 5000 പുഷപ്പുകൾ വരെയൊക്കെ എടുത്ത് നമ്മൾ വേൾഡ് റെക്കോർഡ് തന്നെ സ്ഥാപിക്കും. പക്ഷേ എനിക്ക് മിനിമം ഒരു 500 കൊല്ലമെങ്കിലും ഇതിന് വേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ റോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് റോള്, സൈഡ് റോള്, അതുപോലെ തന്നെ മങ്കി റോളിങ്, പിന്നെ അടിച്ച് എഴുന്നേൽക്കാനുള്ള ശ്രമമൊക്കെ നടത്തി നോക്കുവാണ്. ചിരിച്ച് മടുക്കുള്ളൂ. എനിക്ക് തന്നെ അറിയത്തില്ല എന്തായി തീരും എന്നുള്ള കാര്യം. പിന്നെ അല്ലേ തന്നെ ഞാനിപ്പം മറ്റേ എന്താണ് റോളെന്ന് പറയുമ്പോൾ മീറ്റ് റോള് പോലെ ഞാൻ ഉരുണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടി ഇനിയിപ്പം റോളിങ്ങോട് ചെയ്തുള്ള അവസ്ഥ എന്തായിരിക്കും, തിരിച്ചു മടുക്കുള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് കാണാം എന്തായി തീരുമെന്തോ. ഓക്കേ.
അങ്ങനെ നമ്മുടെ ഡേ 7 ചലഞ്ച് പൂർത്തീകരിക്കുകയാണ്. ഇത് ഞാൻ ശരിക്കും മടുത്തിട്ടോ, പറ്റില്ലായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് നോക്കി, ഒന്നും അങ്ങനെ പ്രൊഫഷണലായിട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചു, നല്ല രീതിയിൽ ശ്രമിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ലേക്കിൻ്റെ അടുത്ത് 2 കിലോമീറ്ററോളം നമ്മുടെ റൂമിലേക്ക് നടക്കാം. എങ്ങനെയും റൂമിൽ നിന്ന് എത്തപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. ഭയങ്കര ചൂടാണ് ഇവിടെ. സമയം അധികം ആയില്ല, 7:15 ആയതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ചൂട്. റൂമിൻ്റെ ആ തണുപ്പിലേക്കൊന്ന് എത്തപ്പെട്ടാൽ മതി എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഡേ 8 ചലഞ്ചിൽ വീണ്ടും കാണാം. ബൈ.